പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്ലാറ്റ്ഫോമില്, എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ പ്ലാറ്റ്ഫോമില് സൂമിന്റെ മാധ്യമത്തിൽ കൂടി ഇന്ന് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം. സർവശക്തനായ കർത്താവ് ജീവിതത്തിൽ സഹായിച്ച അവിടുത്തെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹോസ്റ്റ് ആയിരിക്കുന്ന വിലപ്പെട്ട കർത്താവിന്റെ ദാസി ഫേവ സിസ്റ്ററെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടിയ പ്രിയ പൈതൽ ജിറ്റി ജോണിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തിയ ജെമി ചേച്ചി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാന് സൂം ഇത് കടന്നു വന്നപ്പോൾ വിചാരിക്കായിരുന്നു എന്നെ പരിചയമുള്ള അനേകര് ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. ചിലര് വീഡിയോ തുറന്നിട്ടുണ്ട്, ചിലര് തുറന്നിട്ടില്ല. എനിവേ എന്നെ പരിചയമുള്ള അനേകർ ഇതിനകത്തുള്ളതിനാലും ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജെമി ചേച്ചി എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ കൂടി ഇങ്ങനെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ജെമി ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാന് അതിന് സമ്മതിക്കുകയും കുഴപ്പമില്ല, നമ്പർ കൊടുത്തോളാൻ പറഞ്ഞു. എന്നാൽ ആ സമയം മുതൽ ദൈവസേനയെ പ്രാർത്ഥിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ വേല എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ലല്ലോ. അതിനാൽ ആ സമയം മുതലേ ദൈവസേനയിൽ പ്രാർത്ഥിപ്പാനും അതിനുവേണ്ടി ദൈവസേനയെ സമർപ്പിക്കുവാൻ കൊണ്ടും കർത്താവ് ഇടയാക്കി തീർത്തു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോടുള്ള ടീമിനോടുള്ള എല്ലാ നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വാസ്തവമായി ഇവിടെ രാവിലെ സമയമാണ്, അവിടെ വൈകിട്ടാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും ഹൃദ്യമായി സംസാരിക്കും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ആമേൻ. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞല്ലോ. രോഗങ്ങള്, ദുഃഖങ്ങള്, വേദനകള്, നെടുവീർപ്പുകള് ഒക്കെ ആയിരിക്കുന്ന ഈ നാളുകളിൽ നമുക്കൊക്കെയും ആശ്വാസമായിരിക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇന്നലെ ഞാനും കർത്താവിന്റെ ദാസിയും കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ കോവിഡ് അനേകർക്ക് ദുഃഖവും വേദനയുമായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ അനേകർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയി. എന്നാൽ അതിലൊക്കെയും ഉപരിയായിട്ട് ഈ സൂം മുഖാന്തരം അനേകരെ പരിചയപ്പെടുവാനും നമുക്ക് എത്തിപ്പെടാത്ത സ്ഥാനത്ത് ടിക്കറ്റ് വേണ്ട, എയറിൽ പോകണ്ട, റോഡിൽ കൂടെ പോകണ്ട, ഒരു ചെലവും ഇല്ലാതെ കർത്താവിന്റെ വചനത്തെ കുറിച്ച് പറയുവാനും ദൈവമായ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ആമേൻ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോവിഡ് അനേകർക്ക് നമുക്കും വേദനയായിരുന്നു, എന്നാൽ അതിലുപരിയായിട്ട് സന്തോഷത്തിന്റെ ദിനങ്ങളാക്കി കർത്താവ് തീർത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കേട്ടതായ സമയം മുതൽ ഞാൻ ദൈവസേനയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് എന്താണ് അനേകര് ഒന്നാമത്തെ കാര്യം, ഇത് ഇന്റർനാഷണൽ മീറ്റിംഗ് ആണല്ലോ. അനേക ദൈവദാസിമാര് കടന്നു വന്ന് കർത്താവിന്റെ വചനം അറിയിച്ചിട്ടുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതായ എല്ലാവർക്കും ആമേൻ വളരെ സുപരിചിതമായ ഒരു വചനമാണ് ഞാൻ വായിക്കുവാൻ കൊണ്ടും ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമായി നിങ്ങളോട് പറയട്ടെ, ഞാൻ കഴിഞ്ഞ 38 വർഷമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങള് കർത്താവിന്റെ ദാസി പറഞ്ഞതുകൊണ്ട് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചില് ബിലോങ് ചെയ്ത് അതിനോടൊപ്പം ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിത്തീർന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ മിനിസ്ട്രി ചെയ്തിട്ടുള്ളത് ഞാൻ ഹിന്ദി ഭാഷയിലാണ്. ഞാൻ മലയാളത്തിൽ ശുശ്രൂഷിച്ചിട്ടുള്ളത് വളരെ ചുരുക്കമേ ഉള്ളൂ. എന്തെങ്കിലും ശബ്ദങ്ങളിൽ കുറവുകൾ വന്നു പോകുന്നുണ്ടെങ്കിലും ക്ഷമിക്കണമേ എന്ന് ആദ്യമായി തന്നെ ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് കർത്താവ് എനിക്ക് തന്നതായ ഒരു വചനത്തെ വായിക്കുവാൻ കൊണ്ടും ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വചനമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ജീവിതത്തിൽ തന്നപ്പോൾ ഞാൻ ഈ പ്രകാരം ചിന്തിച്ച, കർത്താവെ, അനേകര് ആമേൻ അനേക കാര്യങ്ങള് പഴയ നിയമത്തിൽ നിന്നാണെങ്കിലും പുതിയ നിയമത്തിൽ നിന്നാണെങ്കിലും അനേക വിഷയങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ ഈ വിഷയം എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് ചില വിഷയങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ്റെ കൊണ്ടും ഇടയായിത്തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാന് എന്റെ അനുഭവ സാക്ഷ്യം പറയുകയാണെങ്കിൽ പിന്നെ എനിക്കിന്ന് വചനത്തിന് സമയം കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ഇടയ്ക്ക് ദൈവത്തിന്റെ വചനത്തോടനുബന്ധിച്ച് ദൈവം എനിക്ക് തരുന്ന ആലോചനകളെ സാക്ഷ്യത്തെയും അറിയിപ്പാൻ്റെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ, ഒരു യാക്കോബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവളായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വന്ന സാഹചര്യം, ഞങ്ങൾ 5 പെൺമക്കളാണ്. ഞങ്ങൾ മാതാപിതാക്കള് അങ്ങനെ ജീവിച്ചു വളർന്ന സാഹചര്യത്തില് എന്നാൽ എന്റെ കുടുംബത്തിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഇരുട്ടിന്റെയും അന്ധകാരത്തിന്റെയും ജീവിത നാളുകൾ എന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് തികച്ചും ഒരു മദ്യപാനിയായി ജീവിച്ച നാളുകളില് കുടുംബത്തിൽ സമാധാനം എന്തെന്നോ സ്വസ്ഥത എന്തെന്നോ വെളിച്ചം എന്തെന്നോ അറിയാതെ അന്ധകാരത്തിൽ മാത്രം ജീവിച്ചിരുന്ന നാളുകളായിരുന്നു. എന്നാൽ കൃപയാൽ ആമേൻ ഹല്ലേലൂയ
കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആമേൻ എന്നെ ആദ്യമായി വിളിച്ചു വേർതിരിക്കുവാൻ കൊണം എന്റെ ദൈവത്തിന് എന്നോട് മനസ്സലിവ് തോന്നി. ഹല്ലേലൂയ. എന്റെ അപ്പന്റെ കൃപ ഒന്ന് മാത്രമാണ്, എന്റെ അപ്പന്റെ ദയ ഒന്ന് മാത്രമാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 50ഓളം വർഷത്തോളം എന്റെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ കോണം ആമേൻ ആ വിളിച്ച വിളിക്ക് യോഗ്യമായ ഫലം കായ്ക്കുവാൻ കോണം ആമേൻ കർത്താവിന് വേണ്ടി വളരെ ആമേൻ ആമേൻ ഇറങ്ങിയ നാള് മുതൽ എന്റെ ജീവിതത്തിന്റെ ഒറ്റ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ കർത്താവിനെ സേവിക്കണം. എന്നാൽ എന്റെ ഭവനത്തില് ഏകദേശം 1.5 വർഷക്കാലത്തിന് ശേഷം എന്റെ പിതാവും എന്റെ മാതാവും സഹോദരിമാരും ഞങ്ങള് കർത്താവിലേക്ക് കടന്നു വരുവാൻ കൊണ്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഞാൻ ജനിച്ചു വളർന്നത് തോന്നിയാമലയാണ്. എന്നാൽ ഇന്ന് എന്റെ മാതാപിതാക്കൾ എറണാകുളത്തായിരിക്കുന്നു. അവിടെ AG ചർച്ചിനുള്ള ബന്ധത്തിലാണ് ഞാന് എന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ ആ നാളുകളില് എന്റെ പിതാവ് തികച്ചും ഒരു മദ്യപാനി ആയതിനാല് ആമേൻ സുവിശേഷത്തോടും സുവിശേഷ അറിയിക്കുന്നവരോടും വളരെ വിരോധിച്ചിരുന്ന ഒരു നാളുകൾ. കാരണം പ്രസംഗിക്കുന്നവരൊക്കെയും പറയും മദ്യപിക്കരുത്, ചീട്ട് കളിക്കരുത്, കള്ളു കുടിക്കരുത്, വരികുത്തി ചെയ്യരുത്. അതൊക്കെയും അങ്ങനെയുള്ളവർക്ക് വെറുപ്പായിരുന്നത്. അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക് ആമേൻ പ്രോബ്ലം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ കാര്യങ്ങൾ ചെയ്തിരുന്ന നാളുകളായിരുന്നു. എന്നാല് ആമേൻ 1.5 വർഷക്കാലത്തിന് വളരെ ജീവിതത്തിൽ വേദനകളും ഭാരങ്ങളും ഒക്കെ അനുഭവിച്ചു. എന്നെ മർദ്ദിക്കുവാനും ഉപദ്രവിക്കുവാനും ആമേൻ അങ്ങനെ വളരെയധികം പീഡനങ്ങൾ കൂടി ഞാൻ മുൻപോട്ട് പോയി. എന്നാൽ എന്നെ ദൈവം തന്ന വെളിച്ചം നഷ്ടമാക്കി കളയാതെ നിന്നതുകൊണ്ട് ആമേൻ കൃപയാല് എന്റെ പിതാവും മാതാവും എന്റെ സഹോദരിമാരും ഒന്നിച്ച് 1.5 വർഷത്തിന് ശേഷം കുടുംബമായി കർത്താവിനെ പിൻപറ്റുവാൻ കൊണ്ട് കർത്താവ് ഇടയാക്കി തീർത്തു. എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ പിതാവ് വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ എന്റെ പിതാവിന് ആമേൻ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും പെന്തക്കോസ്ത് അനുഭവത്തില് ഇന്നുള്ള ലോകക്കാര് പറയുന്നത് പോണൊക്കെ ആമേൻ സുഖമാണ്, സുഭിക്ഷമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും അതിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ് കർത്താവിന്റെ വേലയെ കുറിച്ചുള്ളതായ ആ വേദനകളും നിന്ദകളും പരിയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയുന്നത്. എന്റെ പിതാവ് പുറത്തായിരിക്കുമ്പോഴൊന്നും അറിയുന്നില്ല. എന്നാൽ വിശ്വാസത്തിൽ വന്നപ്പോൾ മനസ്സിലായി സുവിശേഷ വേല എന്ന് പറയുന്നത് വെറും കുഞ്ഞുകളിയല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു കാര്യമല്ല. അതിന്റെ പിന്നിലുള്ള വേദനകളും നിന്ദകളും പരിയാസങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധി തീരുമാനിച്ചു, എന്റെ പിതാവും മാതാവും എന്റെ പ്രിയപ്പെട്ടവരും കർത്താവിലേക്ക് വന്നാൽ ഞാൻ എന്റെ മുഴുവൻ ജീവനും എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന്. എന്നാൽ ലോകപ്രകാരം അല്പസമയം ഞാൻ ഒരു ചെറിയ ജോലി ചെയ്തു. എന്നാൽ എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം എന്റെ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതായിരുന്നു. അനേക ജോലിക്കാരെ വിവാഹാലോചന വന്നിട്ടും ഞാൻ ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു, എനിക്കൊരു കർത്താവിന്റെ ദാസനെ മതി എന്നുള്ളത് കൊണ്ട്. എന്നാൽ എന്റെ പിതാവ് വിശ്വാസ കോണത്തിൽ കാണുന്ന അനേക കാര്യങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞു, മക്കളെ നീ ഒരു പാസ്റ്റർ കൂടെ ജീവിക്കാൻ പോയാൽ വളരെ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് നിനക്ക് കിട്ടുന്ന നന്മയിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തിട്ട് നീ കർത്താവിന്റെ വേല ചെയ്യുക, അതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ അങ്ങനെയല്ല തീരുമാനിച്ചിരിക്കുന്നത്. ആമേൻ കർത്താവ് എന്റെ കുടുംബത്തെ ആമേൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നാൽ എന്റെ മുഴുവൻ ജീവിതവും എന്റെ കർത്താവിന് വേണ്ടി ആയിത്തീരുമെന്നുള്ളതായ തീരുമാനമാണ് എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് അനേക വിവാഹാലോചനകളെ ഞാൻ മാറി നിൽക്കുവാൻ ഇടയായി. എന്നാൽ കൃപയാല് ഹല്ലേലൂയ ഇന്നേക്ക് 38 വർഷം മുൻപ് ആമേൻ 39 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിയുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിനായി കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവിന് ദാസി പറഞ്ഞുകൊണ്ടൊക്കെ 2 കുഞ്ഞുങ്ങള് അവരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ തീരുമാനിക്കും, എന്നാല് ആമേൻ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മൾ തീരുമാനത്തെ മാറ്റിമറിക്കും. എന്നാല് എന്റെ ജീവിതത്തിന്റെ വലിയ താല്പര്യം ആമേൻ ഇന്നുവരെയും, എന്നാൽ ഒന്നും ഇന്നുവരെയും ചെയ്തെടുത്ത് തീർത്തു എന്ന് പറയാനായിട്ടില്ല, ചിലർ ചെയ്തു എന്ന് പറയാനായിട്ടില്ല, എന്നാൽ കൃപയാല് ഓടുന്നു എന്നല്ലാതെ ഒന്നും പറയുവാനുള്ള ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങള് ആമേൻ ആദ്യമായിട്ട് ആമേൻ എന്റെ ആദ്യത്തെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ ചുരുക്കി പറയട്ടെ. കർത്താവിന്റെ വേലയ്ക്കായി ഞങ്ങൾ ആദ്യം MP യിലേക്ക് കടന്നു പോകുന്നു. 10 വർഷക്കാലം അവിടെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ കടന്നുപോയത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ആദ്യമേ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഞങ്ങൾ കർത്താവിന്റെ ദാസനും ഞാനും കൂടെ കടന്നു പോകുന്നു. എന്നാൽ ഞങ്ങൾ പോയ ഗ്രാമത്തിൽ എന്നെ പോലെ ആരും അവിടെ ആരും കണ്ടിട്ടില്ല. കഴുത്തേലില്ല, കാതേലില്ല, കയ്യേലില്ല, ഒന്നുമില്ല. അപ്പൊ എന്നെ കാണുമ്പോഴെല്ലാം അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എങ്ങനെയാ പറയുന്നത്, ഒരു ഹട്ട് അതുപോലുള്ള ഒരു ഭവനത്തിലാണ് ഞങ്ങൾ ആദ്യം പോയി താമസിക്കുന്നത്. അപ്പം അവിടെ താമസിക്കുമ്പോൾ ഞങ്ങള് ചെന്നു വീടെടുത്തു. അപ്പൊ ആദ്യം കർത്താവിന്റെ ദാസനാ വീടെടുക്കാൻ പോയത്. അപ്പൊ വീടെടുത്തിട്ട് വരുമ്പം ഇങ്ങനെ എന്നോട് പറഞ്ഞു, റൂം ഒക്കെ എടുത്തു, ബാ നമുക്ക് പോകാം. അപ്പൊ ഞാനെല്ലാം ഞങ്ങള് റെഡി ആയിട്ട് ആമേൻ ഞങ്ങളുടെ MP യിലേക്ക്, ഞാൻ അന്ന് രാജസ്ഥാനിലാണ്, ഉദയപൂരിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങള് MP യിലേക്ക് പോകുന്ന സമയത്ത് MP യിൽ ഗുണയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കടന്നു പോകുന്നത്. അവിടെ ചെന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു ജീപ്പ് അകത്തോട്ട് കയറി പോകുന്നതോറും എന്റെ ഉള്ളിൽ അങ്ങ് ഭയങ്കര ഭയം. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 15-20 ദിവസം അല്ല 1.5 മാസം ആയതേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു ഭയങ്കര ഭയം. ഞാൻ കർത്താവിന്റെ ദാസനെ അധികം അടുത്ത് അറിഞ്ഞുമില്ല, ചുരുക്ക സമയങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഉള്ളിലേക്ക് വണ്ടി ഇങ്ങനെ അങ്ങോട്ട് കയറി പോകുമ്പോഴേ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര ഭയം. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു വണ്ടി പിടിച്ചാണ് കയറി പോകുന്നത്. അപ്പോഴേ കയറി പോകുന്തോറും ഒരു ഉൾഗ്രാമമാ.
ചെന്നൊരു ഒരു വീടിന്റെ മുമ്പിൽ, ഒരു ഹട്ടിന്റെ മുമ്പിൽ വണ്ടി നിർത്തിയപ്പോഴ് ഞാൻ ഒന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല, എന്താ ഏതാ എന്നൊന്നും. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതാ നമ്മൾ എടുത്ത റൂം എന്ന് പറഞ്ഞു. കണ്ടപ്പോഴെനിക്ക് പെട്ടെന്ന് ഉള്ളിൽ ഒരു ഞെടുക്കം പോലെ തോന്നി. എങ്കിലും ഞാൻ ഒന്നും എന്റെ മുഖത്ത് കാണിച്ചില്ല. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു. കാരണം ഞാൻ എന്തിനും ഒരുങ്ങി ഇറങ്ങിയതാണല്ലോ. അതുകൊണ്ട് അപ്പൊ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ രാവിലെ അയൽവാസികളൊക്കെ എന്നെ കാണും. അപ്പൊ വീട്ടുകാർ രാവിലെ വന്നു എന്നെ കാണാൻ, വാടകക്കാർ വന്നതല്ലേ. അപ്പൊ കാണാൻ വന്നപ്പോ എന്നെ കാണുമ്പോൾ അച്ചാദിനെ നോക്കും, അച്ചാദിനെ നോക്കിയിട്ട് എന്നെ നോക്കും. അപ്പൊ ഭാര്യയും ഭർത്താവും ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അവർക്ക് എന്നോട് ചോദിക്കാൻ വയ്യ ഇത് ആരാണെന്ന്. അപ്പൊ അവര് വിചാരിച്ച് ഞങ്ങൾ വല്ല ഒളിച്ചോടി വന്ന ഗ്രൂപ്പാണ്. കാരണം കാതലില്ല, കഴുത്തലില്ല, ഒന്നുമില്ല. അന്ന് എംപിയുടെ ഇന്റീരിയർ സൈഡിലൊന്നും അങ്ങനെയുള്ളവരെ കാണാനേ ഇല്ല. അപ്പൊ ആ വിഷയത്തില് അപ്പൊ ആൾക്കാർക്ക് ചോദിക്കാനൊരിത്. അപ്പൊ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുപൊറുക്കുന്ന കേട്ടോണ്ട് ഞാന് അപ്പം ഒരു പുള്ളിക്കാരുടെ ചെറുപ്പക്കാരി കൊച്ചിനോട് ചോദിച്ചു, ഹിന്ദി അറിയാമോ കൊച്ചിന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇവര് പറയുന്നതെന്ന്. അപ്പൊ പറഞ്ഞു, അവരിങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഭാര്യയും ഭർത്താവും പോലെ നിങ്ങൾ ഒളിച്ചോടി വന്നതാണെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ആമേൻ, അല്ലെ, ഞാൻ അവരോട് പറഞ്ഞു, അല്ല, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് വന്നതാണ്, അങ്ങനെ പറഞ്ഞു. എന്നാൽ അവിടെ ഒരു സഭയില്ല, ഒന്നുമില്ല. കർത്താവിന്റെ ദാസൻ ദൈവം കൊടുത്ത ദർശന പ്രകാരം കടന്നുപോയി. എന്നാൽ ഞാൻ പറയട്ടെ, അന്ന് വൈകിട്ട് രാവിലെ ഞങ്ങൾ ചെല്ലുന്നു. രാവിലെ അന്ന് വൈകിട്ട് മുതല് ഞങ്ങൾ എങ്ങോട്ടും പോകാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ അതിന്റെ ആ വീടിന്റെ ഒരു തിണ്ണയുണ്ട്, മെഴുകി തളിച്ച ഒരു തിണ്ണ. അപ്പൊ ഞാനും കർത്താവിന്റെ ദാസനും കൂടെ അവിടെ എന്നും വൈകിട്ട് ഇറങ്ങിയിരുന്ന് ഞങ്ങൾ പാട്ട് പാടും, കൈയടിച്ച് പാട്ട് പാടും. അപ്പൊ ഇങ്ങനെ പാട്ട് പാടുമ്പോൾ അയൽവാസികളായിട്ടുള്ളവരൊക്കെ അവിടെ വന്ന് ചുറ്റിലും ഇരിക്കും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നും കുറേ സമയം ഞങ്ങൾ അങ്ങനെ ആമേൻ അവിടെ പാടുകയും ബൈബിള് വായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ഇന്നത്തെ പോലെ അന്ന് എംപിയിലൊന്നും ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലാത്തതിനാലും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെയൊക്കെയും ചെയ്യുവാൻ്റെ കൊണ്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തില് ദൈവത്തിന്റെ ആത്മാവ് കർത്താവ് ദാസന് കൊടുത്ത ഒരു ശബ്ദമാണ്. രൂത്തിനോട് ബോസ് പറയുന്നുണ്ട്, നീ വയൽ വിട്ട് എങ്ങും പോകരുത്, നീ ഹല്ലേലൂയ കൊയ്ത്തുകാരുടെ പിറകെ നിന്ന് പെറുക്കിക്കൊള്ളണം. അവർ നിനക്ക് വേണ്ടി ഹല്ലേലൂയ മണികളെ ഹല്ലേലൂയ ഇട്ടിട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ശബ്ദം കർത്താവിന്റെ ദാസന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ കടന്നു പോകുവാനും അവിടെ ടൗൺഷിപ്പ് നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡിന്റെ ഒരു ടൗൺഷിപ്പ് ഉണ്ട്. അതിന്റെ ചുറ്റുപാടുകളിലൊക്കെയും പകലൊക്കെയും ഞങ്ങൾ കടന്നുപോയി ട്രാക്സ് കൊടുക്കുവാനും അങ്ങനെ ജീവിതങ്ങളെ കണ്ടുമുട്ടുവാനും ഇവിടെയായി തീർന്നു. അങ്ങനെ കൃപയാല് 10 വർഷക്കാലം അവിടെ ആയിരിക്കുവാനും നല്ലൊരു ആരാധനാ സ്ഥലവും സ്ഥലങ്ങളും ഒക്കെ ആയി തീരുവാൻ്റെ കൊണ്ട് കർത്താവ് സഹായിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, ആ 10 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളൊരു നല്ല സേഫ് സോണിലായി എന്ന്. അപ്പം പലപ്പോഴും അവിടുന്ന് വിട്ടുപോകാൻ ഒരു മനസ്സില്ലാത്ത രീതിയിൽ സർക്കാർ തന്നെ ലൈറ്റ് തന്നിട്ടുണ്ട്, വെള്ളം തന്നിട്ടുണ്ട്, താമസിക്കാൻ നല്ല സൗകര്യമുണ്ട്, ഇഷ്ടം പോലെ മുറികളുണ്ട്. നല്ല സൗകര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, നീ ഇവിടെ വിട്ടു പോകണമെന്ന്. അപ്പൊ അച്ചാദൻ എന്നോട് പറഞ്ഞു, കർത്താവ് ദാസൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്, നമുക്ക് വിട്ടുപോകണം. അപ്പൊ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. എന്നാൽ പിന്നീട് എനിക്ക് 2 കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ചാദന്റെ ഒരു കാര്യം ചെയ്യും, അച്ചാദൻ പൊക്കോ, ഞാനും കുഞ്ഞുങ്ങളും ഇവിടെ താമസിക്കാം. കാരണം ഇനി നമ്മൾ പോയാലും, കാരണം എവിടെ പോയാലും അച്ചാദന് പയനിയർ വർക്കാണ് ചെയ്യുന്നത്. എങ്ങും സഭ ഉള്ളിടത്തോട്ടല്ല പോകുന്നത്, പുതുതായിട്ടുള്ള വർക്ക് ചെയ്യാനാ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചാദനൊരു കാര്യം പോയി എന്തെങ്കിലും പിന്നെ ഞാൻ വരാം. അപ്പോഴെന്നോട് പറഞ്ഞു, അല്ല, നമുക്ക് ഒന്നിച്ചു പോകണമെന്ന്. കൃപയാല് 28 വർഷം മുമ്പ് സൂററ്റിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ദർശനം തന്നു. അതും ദർശനത്തോടു കൂടിയാണ് കർത്താവ് ഇവിടെ വിട്ടത്. ഇവിടെ വന്നും ഒരു സഭയിലും പോകുന്നവരെ അല്ല, കൃപയാല് പെറുക്കിയെടുക്കുവാൻ്റെ കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. ഇതിന്റെ മധ്യത്തിൽ അനേക പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. RSS ഹല്ലേലൂയ ക്രിസ്തു വിരോധികളായിട്ടുള്ളവര് ഭവനത്തിൽ കടന്നു വന്ന് കർത്താവദാസനെ അടിക്കുവാനും കൊല്ലുവാനും ഒക്കെയും പ്ലാൻ ചെയ്തു. എന്നാലും ഞാൻ പറയട്ടെ, ആര് കൊല്ലുവാൻ വന്നോ ആ മനുഷ്യനെ മറ്റുള്ളവർ കൊല്ലുവാൻ്റെ കോണം ഇവിടെയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ എംപിയിൽ വെച്ചൊരു വലിയ സംഭവം ഉണ്ടായി. ഞങ്ങൾ താമസിക്കുന്ന സ്വന്തം വീട്ടില് മറ്റുള്ളവർ കടന്നു വന്ന് ഉപദ്രവിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ആ സഹോദരനോട് ഞങ്ങൾ സത്യവചനം അറിയിച്ചതാണ്. എന്നാൽ ഹല്ലേലൂയ സുവിശേഷ വിരോധികളാൽ ആകർഷിക്കപ്പെട്ടിട്ട് ആ മനുഷ്യന് അങ്ങനെ ചെയ്തു. എന്നാൽ പിന്നെ ആ മനുഷ്യന് യോഗത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾ ചുറ്റുപാടുള്ളവർക്കെല്ലാം ഭയങ്കര ഭയമായി പോയി. യഹൂദി ജാതിയെ കുറിച്ചുള്ള ഒരു ഭയം മറ്റുള്ളവരുടെ ഇടയിൽ കടന്നു വന്നതുപോലെ ഞങ്ങളെ കുറിച്ച് ഒരു ഭയം അവർക്കുണ്ടായി. എന്നിട്ട് അവർ പറയും, ചർച്ചിന്റെ വാതിൽക്കൽ കൂടെ പോയാൽ ആരും നോക്കുപോലും ചെയ്യരുത്, അവർ പ്രാർത്ഥിച്ച ആ മനുഷ്യന് ചത്തുപോകുമെന്ന്. ഞാൻ പറയട്ടെ, ആ മനുഷ്യൻ ദൈവമില്ലാത്തവനായി കടന്നുപോയി. എന്നാൽ ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയം അത്രയും അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാല് ദൈവം ഞങ്ങളെ ഉപയോഗപ്പെടുവാൻ്റെ കോണം, ദൈവം ഞങ്ങളെ ഉപയോഗിക്കുവാൻ്റെ കോണം ഇവിടെയായി തീർന്നു. അവിടെ നിന്ന് സൂര്യറ്റ് വന്നതിന് ശേഷവും കൃപയാല് കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ്റെ കോണം കർത്താവ് സഹായിച്ചു. ഇന്ന് സൂര്യറ്റ് ചർച്ചിനോട് ചേർന്ന് ഏകദേശം 21 സഭകളോളം വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രാഞ്ച് സഭകളായിട്ട് അവിടെയൊക്കെ കർത്താവിന്റെ വേലയിൽ ആയി തീരുവാൻ്റെ കോണം ഫെലോഷിപ്പ് ചർച്ചിനോട് ചേർന്ന് ഇന്നുവരെയും ആയി തീരുവാൻ്റെ കോണം കർത്താവ്
ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പിന്നെയും നിങ്ങൾ ഓർക്കുന്ന സമയത്ത് അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് തന്ന വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ലോകത്തിൽ കർത്താവ് ആക്കിയിരിക്കുന്നത് ഒരു വെളിച്ചമായിട്ടാണ്. ഹല്ലേലൂയ. ഈ വെളിച്ചം നമുക്ക് എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയും. നാമൊക്കെ ഈ വെളിച്ചം പ്രാപിച്ചവരാണ്. എന്നാൽ പ്രാപിച്ചിട്ട് നമ്മെ ഒരു കോണിൽ ഒതുക്കി അല്ലെങ്കിൽ നാം ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒതുങ്ങിക്കൂടുവാനല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മിൽ പ്രകാശിച്ചിരിക്കുന്ന, നമ്മിൽ വെളിപ്പെടുത്തതായ ആ വെളിച്ചം നാം എവിടെയൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ്റെ കൊണ്ടും കഴിയും എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് നോക്കുവാൻ്റെ കൊണ്ടും ഇടയായി തീരട്ടെ. ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബത്തിലാണ് നാം ഈ വെളിച്ചത്തെ നാം പ്രകാശിപ്പിക്കേണ്ടത്. ഇന്ന് അനേകർക്ക് വെളിച്ചമുണ്ട്, ദൂതുണ്ട്, ആലോചനയുണ്ട്, വചനമുണ്ട്, ശുശ്രൂഷയുണ്ട്. എന്നാൽ ഭവനത്തെക്കാൾ ഉപരിയായിട്ട് എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഹൃദ്യമായി സംസാരിച്ചു. ഇന്ന് പുറത്തുള്ളവരെയാണ് നാം എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. പുറത്തുള്ളവരാണ് നാം എപ്പോഴും വെളിച്ചം പകരുവാൻ ആവശ്യമാണ്, ചെയ്യണം. എന്നാൽ ആദ്യമായി നാം എവിടെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിലാണ് നമ്മിൽ ലഭിച്ച പ്രകാശത്തെ നമുക്ക് പകർത്തുവാൻ്റെ ഗുണം ഇടയായി തീരേണ്ടത്. ഇപ്പൊ കർത്താവിന്റെ ദാസി ഒരു പ്രിയപ്പെട്ടവളെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു വചനം കിട്ടി, ഒരു വേദപുസ്തകം കിട്ടി, ആ വെളിച്ചം കിട്ടി, അവസാന വാക്യം കിട്ടി. അത് വിശ്വാസത്താൽ ആ വചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ വെളിച്ചത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? ഇല്ല, അവൻ വേഗം വരും. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലാണ് നമുക്ക് ആ വെളിച്ചത്തെ ആദ്യമായി പകരുവാൻ്റെ ഗുണം ഇടയായി തീരുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വ്യക്തിയാണ് നവോമിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നവോമി ബേത്ലഹേമിൽ നിന്ന് എവിടേക്കാ പോയത്? മോവാബിലേക്ക് കടന്നു പോകുന്നു. ബേത്ലഹേം എന്ന് പറയുന്നത് അപ്പത്തിന്റെ ഭവനമാണ്. എന്നാൽ അപ്പത്തിന്റെ ഭവനത്തിന് എന്തുണ്ടാകാം? ക്ഷാമമുണ്ടാകാം. നാം പലപ്പോഴും എന്ത് വിചാരിക്കുന്നറിയാമോ? കർത്താവിലേക്ക് വന്നു, ഇനി ക്ഷാമമില്ല, രോഗമില്ല, ദുഃഖമില്ല, വേദനയില്ല, ഒന്നുമില്ല. പലപ്പോഴും നാം വിചാരിക്കും നാം ഒരു പട്ടുമെത്തയുടെ അനുഭവത്തിലേക്കാണ് എന്ന് വിചാരിച്ചാണ് പലപ്പോഴും സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നവോമിയെ കുറിച്ച് പറയുമ്പോൾ അവളും അവരുടെ ഭർത്താവും 2 മക്കളും ബേത്ലഹേമിൽ താമസിച്ചപ്പോൾ തന്നെ അവിടെ എന്തുണ്ടായി? ക്ഷാമമുണ്ടായി. എന്നാൽ ആ ക്ഷാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് അവൾ മോവാബിലേക്ക് കടന്നു പോകുന്നത്. കടന്നു പോയത് മുഖാന്തരമായി അവളുടെ ജീവിതത്തിൽ അവരുടെ ഭർത്താവും 2 മക്കളും നഷ്ടമാകുന്നു. ആ നഷ്ടമായ സമയത്തും അവളുടെ ജീവിതത്തിൽ നിന്ന് ആ വെളിച്ചത്തെ അവൾ നഷ്ടമാക്കി കളഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഏക ഉദാഹരണമാണ് ആ രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി. അവളിലുള്ള വെളിച്ചത്തെ കാണുവാൻ്റെ കൊണ്ടുമിടയായി തീർന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങള്, പ്രതികൂലങ്ങള് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പെട്ടെന്ന് നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ മുഖം എന്തായി തീരും? മങ്ങിപ്പോകും. എല്ലാം സുഭിക്ഷമാണ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ധാരാളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല തെളിച്ചമാണ്, നല്ല സന്തോഷമാണ്. മറ്റുള്ളവരോട് പറയാൻ നമുക്ക് വളരെ ഉത്സാഹികളാണ്. എന്നാൽ ഒരു ചെറിയ വിഷയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ റൂമിനകത്തുനിന്ന് ലൈറ്റ് പോകുമ്പോൾ എങ്ങനെ പെട്ടെന്ന് അന്ധകാരം വരുന്നത്, അതുപോലെ നമ്മുടെ മുഖം എന്തായിത്തീരും? മങ്ങിയതായി തീരുന്നു. എന്നാൽ ഈ നവോമിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന ജീവിതത്തില് അവർക്ക് പ്രതീക്ഷയായിരുന്ന അവരുടെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രതീക്ഷ എന്താ? നമ്മുടെ ആൺമക്കള് നമ്മളെ നോക്കുമല്ലോ, നമ്മളെ കരുതുമല്ലോ. അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ കാര്യമല്ല, ഞാൻ പഴയ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത്തേത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങളായി തീരുന്നിരുന്നു പോകുന്നു. ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് കർത്താവിന്റെ ദാസി അടുത്തതായിട്ട് 2 ആൺമക്കളും നഷ്ടമാകുന്നു. എന്നാലും വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ആ നവോമിയിലുള്ളതായ വെളിച്ചം അവൾ നഷ്ടമാക്കിയില്ല. അതിന്റെ ഉദാഹരണമാണ് 2 മരുമക്കളെയും വിളിച്ചിട്ട് നവോമി പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ ഇനി എൻ്റെ അടുത്തൊരു മക്കളില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ എനിക്കൊരു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തരാൻ കഴിയത്തില്ല. അഥവാ തന്നാൽ തന്നെ അവർ പ്രായമാകുന്നവരെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോ. അതില് 2 പേരിൽ ഒരാളിൽ പ്രകാശം കിട്ടിയിരുന്നു ഈ മാതാവിൽ നിന്ന്, ഒരാളിൽ അത് ലഭിക്കാൻ കഴിഞ്ഞില്ല. ഓർപ്പ് എന്ത് പറഞ്ഞു? അയ്യോ, എനിക്ക് കിട്ടിയ നല്ല സാഹചര്യമാണ്. ഇന്ന് പലരും അങ്ങനെയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ അവസരങ്ങളെ നോക്കി എന്താ പറയുന്നേ, തന്നെ നീങ്ങിപ്പോകുന്ന ചില അവസ്ഥകളുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, ഹിന്ദിയിലാണെങ്കിൽ പറയും പത്തനി ഗല്ലീസ നികൽകയാണ് എന്ന് പറഞ്ഞാല് അവർക്ക് കിട്ടിയ സാഹചര്യം അവരങ്ങ് യൂസ് ചെയ്യും. ഈ മാതാവ് പറയാഞ്ഞ താമസം ഓർമ്മ വിചാരിച്ച് നല്ലൊരു ഉമ്മ കൊടുത്തിട്ട് പിരിഞ്ഞു പോകാമെന്ന്. എന്നാൽ രൂത്ത് എന്ത് കണ്ടു? ഈ നവോമിയിലുള്ള വെളിച്ചത്തെ അവൾക്ക് കാണുവാൻ്റെ കൊണ്ടമിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മാതാവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ദുഃഖമോ വേദനയോ നെടുവീർപ്പുകളോ കഷ്ടങ്ങളോ ഒന്നും അവളിലുള്ള വെളിച്ചത്തെ നഷ്ടമാക്കി കളഞ്ഞില്ല. അതിനാൽ നമുക്ക് കാണുവാൻ്റെ കൊണ്ട് കഴിയുന്നു, ഒരു ശപിക്കപ്പെട്ട ദേശത്തായിരുന്ന ഒരു പ്രിയ പൈതല്
ആമേൻ, അവള് നമ്മുടെ യേശുക്രിസ്തുവിന്റെ വലിയ വല്യമ്മച്ചിയായി തീരുവാന്റെ ഗുണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മിലുള്ള പ്രകാശത്തെ നാം കെടുത്തുന്നില്ല എങ്കിൽ അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ, അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ, ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള അനേകരുണ്ടല്ലോ ഇന്നും കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എത്രയോ മാതാക്കൾ കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ മാതാക്കൾ പ്രാർത്ഥന ആമേൻ റിക്വസ്റ്റുകൾ എന്നോട് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആമേൻ, കുടുംബത്തിൽ തലമുറകള്, പ്രിയപ്പെട്ടവര്, മരുമക്കള്, മക്കള്, അങ്ങനെയുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് അല്ല, ആമേൻ, കുടുംബത്തിൽ അനുഭവിക്കുന്ന വേദനകള്, നഷ്ടങ്ങള്. എന്നാൽ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തില് അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മുൻപോട്ട് പോകുന്നെങ്കിൽ, പ്രിയ മാതാവേ, പ്രിയ സഹോദരിയെ, നിങ്ങളുള്ള വെളിച്ചത്തെ ആ കുടുംബത്തിൽ നിങ്ങൾ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ആമേൻ, ആ അന്ധകാരത്തിൽ ഇരിക്കുന്നവർ കൂടി ഈ പ്രകാശത്തിലേക്ക് കടന്നു വരുവാന്റെ ഗുണം ഇടയായി തീരും. വരുന്ന നാളുകളില് അവർ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായി, ഹല്ലേലൂയ, ദൈവരാജ്യത്തില് ആമേൻ, നിങ്ങളുടെ കിരീടങ്ങളുടെ കൂടെ ഒരു മുത്തായി തീരുവാന്റെ ഗുണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതായത് നാം എന്ത് ചെയ്യണം? നമ്മിലുള്ള വെളിച്ചത്തെ ഒരു കാരണവശാലും കെട്ടുപോകുവാൻ അനുവദിക്കാതെ വണ്ണം ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും നമ്മളുള്ള പ്രകാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആമേൻ, കർത്താവ് അതിനാലാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മൾ ആദ്യമായി നമ്മുടെ കുടുംബത്തിന്റെ വെളിച്ചമായി തീരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം വെളിച്ചമായി തീരട്ടെ. നമ്മുടെ ഭർത്താവ് വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ലയോ? നാം അവരുടെ മുൻപിൽ ഒരു വെളിച്ചം. ഇതുകൊണ്ടാണ് ഭർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ സുവിശേഷത്താൽ അല്ല അവർ രക്ഷിക്കപ്പെടേണ്ടത്, നമ്മുടെ നല്ല നടപ്പിനെ കണ്ടിട്ട് സുവിശേഷം കൂടാതെ അവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരണം. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ സഹോദരിമാരുടെ കൂട്ടങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ആമേൻ മത്തായിയോ മർക്കോസോ ലൂക്കോസോ യോഹന്നാന്റെ സുവിശേഷങ്ങൾ ഒന്നും പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതം അവരുടെ മുൻപിൽ ഒരു വെളിച്ചമായി തീർന്നാൽ, സുവിശേഷം കൂടാതെ നമ്മുടെ ജീവിത മുഖാന്തരമായി അവർ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാന്റെ ഗുണം ഇടയായി തീരുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഥാർത്ഥ ഭക്തിയുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എന്ത് തന്നെ പ്രതിസന്ധികൾ കടന്നു വന്നാലും, അവരുടെ ജീവിതത്തിലുള്ള വെളിച്ചത്തെ ആമേൻ ഒരു ശക്തിക്കും ആമേൻ അതിനെ തടയുവാന്റെ ഗുണം, അതിനെ മങ്ങലിപ്പിക്കുവാന്റെ ഗുണം, അതിനെ അന്ധകാരമാക്കുവാന്റെ ഗുണം ഇടയായി തീരുകയില്ല. അതിനായി ഇന്ന് പോൽക്കാലം നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കും. ആദ്യമായി നാം കണ്ടു, നമ്മുടെ കുടുംബത്തിലാണ് നാം ഈ വെളിച്ചത്തെ പ്രകാശിപ്പിക്കേണ്ടത്. രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയും, നാം കൂടി വരുന്ന സഭയില് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഒരു വെളിച്ചമായിരിക്കണം. കഴിഞ്ഞ നാളുകളിലെ സഭയുടെ അന്തരീക്ഷമല്ല ഇന്നൊരു വ്യത്യസ്തപ്പെട്ട അനുഭവത്തിലാണ് സഭകൾ മുൻപോട്ട് പോകുന്നത്. എന്നാൽ നാം ആയിരിക്കുന്ന സഭയില് നമ്മൾ ഓരോരുത്തരും എന്തായി തീരണം? ഒരു വെളിച്ചമായി തീരണം. ആമേൻ. നമുക്ക് കാണുവാൻ കഴിയുന്നു, പൗലോസിന്റെ ശുശ്രൂഷ കാലയളവില് അനേക സഹോദരിമാര്, റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 1-6 ആമേൻ, ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനേക സഹോദരിമാര് ആമേൻ ആമേൻ പൗലോസിന്റെ കൂടെ താങ്ങും തണലുമായി നിന്ന് സഭയുടെ വളർച്ചയ്ക്ക് ഇടയായി തീർന്നു. ആമേൻ. കർത്താവിന്റെ ദാസൻ പൗലോസ് ആമേൻ വചനം അറിയിച്ചപ്പോൾ ലുദിയ എന്നൊരു സ്ത്രീയുടെ ആമേൻ ഹൃദയം കർത്താവ് തുറന്നിട്ട് അവിടെ ഒരു സഭ രൂപാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന സഭയില് നാം എന്തായി തീരണം? ഒരു വെളിച്ചമായി തീരണം. പത്രോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു കൂട്ടം സഹോദരിമാര് വളരെ ശ്രദ്ധയോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിനാലാണ് പത്രോസിന്റെ ഒരു വലിയ വിടുതൽ. പത്രോസ് അവിടെ ഒന്നും ചെയ്തില്ല, പത്രോസ് പോയി കിടന്ന് ഉറങ്ങുകയായിരുന്നു. നാം മനസ്സിലാക്കണം, ഇന്ന് സഭ പ്രതികൂല സാഹചര്യങ്ങൾ കൂടിയാണ് മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസവും നമുക്ക് കേൾക്കുവാൻ്റെ കൊണ്ട് കഴിഞ്ഞല്ലോ, ആമേൻ, ഛത്തീസ്ഗഡിൽ ഒരു വലിയ സംഭവം ഉണ്ടായത്. അങ്ങനെ നിരവധി ആമേൻ, സൂററ്റിലാണെങ്കിലും അനേക ഇടങ്ങളിൽ അനേക സംഭവങ്ങൾ. കഴിഞ്ഞ നാളുകളെ പോലെ നാം വളരെ ആമേൻ ഫ്രീ ആയിട്ട് സുവിശേഷം അറിയിക്കാൻ പറ്റുന്ന ഒരു കാലയളവല്ല ഇത്. എന്നാൽ നാം എന്ത് ചെയ്യണം? നാം ആയിരിക്കുന്ന ഭവനത്തില്, നാം ആയിരിക്കുന്ന ഇടങ്ങളില് സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ആമേൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. സഭയ്ക്കുള്ള ഐക്യത പ്രിയപ്പെട്ടവരെ നമ്മളിലാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് അനേക സഭകളെ കുറിച്ച് അറിയാം. സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ വിഷയം മുഖാന്തരം അനേക സഭകള് ഛിന്ന ഭിന്നമായി തീർന്ന അവസ്ഥകളെ എനിക്കറിയാം. ഞാൻ പറയട്ടെ, കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓരോ സഭകളിലാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? വളരെ ആമേൻ നമ്മിലുള്ള വെളിച്ചത്തെ ആ സഭയിലേക്ക് പ്രകാശിപ്പിക്കുവാനാണ്. എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കേട്ടാല്, നമ്മൾ അറിഞ്ഞാല് അതെന്ത് ചെയ്യണം? അത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. അതല്ല വേറൊരു ചെവിയിൽ പറഞ്ഞു, പിന്നെ വേറൊരു ചെവിയിൽ പറഞ്ഞു, പിന്നെ വേറൊരു ചെവിയിൽ പറഞ്ഞു. അതൊരു വലിയ അന്ധകാരത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു വലിയ ശക്തിയായി മാറാതെ വണ്ണം നമ്മെ എന്ത് ചെയ്യണം? നാം കേൾക്കുന്ന വിഷയങ്ങളെ നമ്മുടെ പ്രാർത്ഥന സന്നിധി, നമ്മൾ എവിടെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നോ, ആമേൻ, നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്ന് കർത്താവിനോട് യാചിക്കുന്നോ അവിടെ നമ്മുടെ കർത്താവ് ഇറങ്ങി വരുവാൻ്റെ കൊണ്ട് ശക്തനാണ്. അത് ജയിലാണെങ്കിലും, അവൻ വനമാണെങ്കിലും, വഴി റോഡാണെങ്കിലും, എവിടെയാണെങ്കിലും. എനിക്കൊരു മാതാവിനെ കുറിച്ച് അറിയായിരുന്നു. ആ മാതാവ് ഒത്തിരി വിരുന്നുകാരി വീട്ടിൽ വരുമ്പം ആ മാതാവ് ഒരു ചാക്ക് എടുത്തുകൊണ്ട് ബാത്റൂമിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം വീട്ടിൽ വിരുന്നുകാർ ഒത്തിരി ഉണ്ട്, മുറികളിലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്ഥലമില്ല.
അല്പസമയം മാതാവിനെ കാണുന്നില്ലെങ്കിൽ പോയി നോക്കിയാല് ഒരു നാട്ടിലെ ഒരു ചാക്ക് എടുത്തോണ്ട് എന്ത് ചെയ്യും? ബാത്റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയുള്ള മാതാക്കളും ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മെ കർത്താവ് ആക്കിയിരിക്കുന്ന സഭയില്, ആക്കിയിരിക്കുന്ന കൂട്ടായ്മയില് നാം ഓരോരുത്തരും കർത്താവിന്റെ വെളിച്ചമായി പ്രകാശിക്കണം. ഞാൻ പറയുന്നില്ല എല്ലാവരും 100% ശരിയാണെന്ന്. പക്ഷെ നമുക്കൊന്ന് ചെയ്യുവാൻ കഴിയും. എവിടെ അന്ധകാരമുണ്ടോ നമ്മിൽ കൂടി ആ പ്രകാശത്തെ അവിടെ വെളിച്ചമാക്കി കഴിഞ്ഞാല്, അത് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാല്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മിൽ കൂടി കർത്താവ് ഒരു വലിയ പ്രവൃത്തിയെ ചെയ്തെടുക്കും. മറ്റുള്ളവര് അത് കണ്ടറിയും. ആ സഹോദരിയുടെ ഇറമ്പിൽ ഒരു വിഷയമായിട്ട് ചെന്നാല് ആ സഹോദരി ഒരു വളരെ സമാധാനമായ ഒരു മറുപടി തരും. അല്ലെങ്കിൽ വളരെ വേദനയോടെ അന്ധകാരം പിടിച്ച ഒരു അവസ്ഥയിൽ കൂടി നമ്മുടെ അടുത്ത് കടന്നു വരുന്നവർക്ക് ഒരു പ്രകാശം നാം ആയിരിക്കണം. അല്ലാതെ ആ വിഷയത്തെ വലിപ്പപ്പെടുത്തിയിട്ട് അയ്യോ അത് അങ്ങനെയാണോ, അത് ഇങ്ങനെയാണോ, അത് ഇത്രയും വലുതാണോ, അത് ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ, അങ്ങനല്ല. നമ്മുടെ അടുത്തൊരു വിഷയമായി കടന്നു വരുന്നവരെ വളരെ വേദനയോടും ഭാരത്തോടും വളരെ ഹൃദയത്തിൽ ചൂടായിട്ടാണ് കടന്നു വരുന്നെങ്കിൽ വളരെ തണുത്ത അനുഭവത്തിൽ അവർ കടന്നു പോകണം. എങ്ങനെയാണെന്ന് അറിയുമോ? നമ്മളിലുള്ള ആ വെളിച്ചം അവരുടെ കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ അനുഭവം അവരോട് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഷെബാസിനോട് സംസാരിച്ച് പറയായിരുന്നു, കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കൊരു തണുപ്പാ. കാരണം നാം കടന്നുപോയ അനുഭവം പലപ്പോഴും പറയുന്നുണ്ട്, ശബ്ദത്തെ ശബ്ദം കൊണ്ട് കണ്ണിക്കാം, അല്ലെങ്കിൽ ബുദ്ധിയെ ബുദ്ധി കൊണ്ട് കണ്ണിക്കാം. എന്നാൽ നമ്മുടെ അനുഭവത്തെ ആർക്കും ഖണ്ഡിക്കുവാൻ കൊണ്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം പ്രാപിച്ച ആ വെളിച്ചം എത്ര തന്നെ ഇരുട്ടിലിരിക്കുന്നവർക്കും നമ്മുടെ ഒരു ശബ്ദം കൊണ്ട് നമുക്ക് പ്രകാശം പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ നാം ഓരോരുത്തരും ധന്യരായി തീരും. ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബത്തിൽ നാം വെളിച്ചം പ്രകാശിപ്പിക്കുന്നവരായിരിക്കണം. രണ്ടാമത് എന്തായി തീരണം? നമ്മുടെ സഭയിൽ, നാം കൂടി വരുന്ന സഭയിൽ നാം വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നവരായി തീരണം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ജോലി മേഖലകൾ. അവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എവിടെയായിരുന്നാലും, ഇന്ന് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന മിക്കവാറും ആൾക്കാരെല്ലാം കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർ പോലും ജോലിയുടെ ബന്ധത്തിലാണല്ലോ. നമ്മുടെ ജോലി മേഖലകളിലും നാം നമ്മുടെ പ്രകാശത്തെ പകർത്തുന്നവരായി തീരണം. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദാനിയേലിനെ കുറിച്ച്, യോസഫിനെ കുറിച്ച് ഒക്കെയും. ദാനിയേലിനെ കുറിച്ച് മറ്റുള്ളവര് ഇങ്ങനെ 4 വട്ടവും നടന്ന് അവനെ കുറിച്ചുള്ള ഒരു എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ദാനിയേൽ 6:3-5 വരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവന്റെ പ്രതിയോഗികൾ അവരിൽ എങ്ങനെങ്കിലും ഒന്ന് കുടുക്കാൻ വേണ്ടി ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുമ്പോൾ അവർ ചെന്ന് രാജാവിനോട് പറയുന്നുണ്ട്, അവന്റെ ന്യായപ്രമാണം പ്രമാണിച്ചല്ലാതെ ഞങ്ങൾക്ക് അവന് വിരോധമായി ഒരു വാക്കുപോലും പറയുവാൻ ഞങ്ങളുടെ ഇല്ല. ഹല്ലേലൂയ. നമ്മെ ഏത് സാഹചര്യത്തിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നു അവിടെ നമ്മെക്കുറിച്ച് ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. നമ്മെക്കുറിച്ച് ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഇന്ന് സാക്ഷ്യം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സാക്ഷ്യം നഷ്ടപ്പെട്ട ലോകം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മെ ഏത് സാഹചര്യത്തിൽ കർത്താവ് ആക്കിയിരിക്കുന്നു അവിടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യത്തെ വഹിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മിലുള്ള ഈ വെളിച്ചം കെടാതെയിരിക്കണം. കാരണം നാം സ്വയം ഇരുട്ടിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കടന്നു പോകുന്നിടത്ത് ചിലർ നമുക്ക് കാണത്തില്ലേ, പ്രാർത്ഥനയ്ക്ക് വന്നാലും ഒരുമാതിരി മുഖമൊക്കെ ഇരുണ്ട് മൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കത്തില്ലേ എന്ത് പറ്റി? അപ്പൊ അവർ പറയും, ഓ ഒന്നുമില്ല. കാരണം മനസ്സ് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ഉള്ളിലെ എന്ത് നഷ്ടപ്പെട്ടു പോയി? ആ പ്രകാശം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളില് ജോലി കാര്യങ്ങള്, ജോലിയിടങ്ങളില് നമ്മൾ കൂടി ആ പ്രകാശം മറ്റുള്ളവർ കാണുവാനിടയായി തീരട്ടെ. നാലാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ സമൂഹത്തില് നാം ആ പ്രകാശത്തെ പകർത്തണം. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, നാം ആയിരിക്കുന്ന സമൂഹം എല്ലാം കർത്താവിനെ പിൻപറ്റുന്ന സമൂഹമല്ല. എന്നാൽ നമ്മിൽ കൂടി ആ പ്രകാശം മറ്റുള്ളവർ കാണുവാൻ ഇടയായി തീരണം. അതിന് നല്ലൊരു ഉദാഹരണമാണ് ദബോര. ദൈവത്തിന്റെ ഇസ്രായേൽ ജനം വളരെ കഷ്ടത്തിലും ഭാരത്തിലും ആയിരിക്കുമ്പോൾ ദബോരയെ കുറിച്ച് വായിക്കുവാൻ കഴിയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ലല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു നല്ല പ്രവാചകിയായിരുന്നു. അവിടെ കുടുംബത്തെ അവൾ നന്നായി നോക്കുന്നവളായിരുന്നു. എന്നാൽ അതോടുകൂടി അവൾ ഒരു നല്ല ന്യായാധിപതിയായിരുന്നു. 12 ന്യായാധിപന്മാരുള്ളതിൽ അവൾ ഒറ്റ ഒരു സ്ത്രീയെ ഉള്ളായിരുന്നു. ആൾക്കാർ എന്ത് ചെയ്യുമായിരുന്നു? അവളുടെ അടുത്ത് പ്രശ്നങ്ങളെ തീർക്കുവാൻ കടന്നു വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അടുത്ത് ഒരു മനുഷ്യൻ പ്രശ്നം തീർക്കാൻ കടന്നു വന്നാൽ എങ്ങനെയായിരിക്കും കടന്നു പോകുന്നത്? നമ്മളത് പിന്നെയും കുറെ കൂടെ ഒക്കെ വലുതാക്കി, കുറെ കൂടെ ഒക്കെ അതിന് കൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച്, കുറെ കൂടെ ഒക്കെ അതിന് ഗ്രാമറൊക്കെ ഇട്ട് അല്ല. ദബോര എന്ത് ചെയ്തിരുന്നു? അവളുടെ അടുത്ത് കടന്നു വരുന്ന എല്ലാവർക്കും അവിടെ ഒരു ആശ്വാസമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവളിൽ ഒരു നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത് കടന്നു വരുന്നവര്, പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർ പ്രശ്നങ്ങളെ വലുതാക്കിയല്ല കടന്നു പോകേണ്ടത്. എന്തായിട്ട് പോകണം? അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു നിത്യ സമാധാനം ഉണ്ടായിട്ട്, അഥവാ കടന്നു വരുന്നവർക്ക് ഈ ജീവനുള്ള ദൈവത്തെ അവരുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ
ആ നല്ല വെളിച്ചത്തെ നമുക്ക് കാട്ടിക്കൊടുക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. അവള് ആമേൻ ബാറാക്കിനോട് പറയുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ആമേൻ നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, എന്നാൽ ഇങ്ങനൊരു ശബ്ദം കേൾക്കാൻ ഇടയായി തീരും. ആമേൻ ഒരു രാജാവിനെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുമെന്ന്. ഇതെല്ലാം അവള് കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, എന്നാൽ ആമേൻ ബാറാക്കിനോടുകൂടെ കടന്നു പോകുവാൻ ഒരു നല്ല വിജയം അവിടെ കൈവരിക്കുവാൻ കൊണ്ടം ഇടയായി തീർന്നു. നമ്മുടെ അടുത്ത് കടന്നു വരുന്നവരെ പരാജയത്തിലേക്ക് നമ്മൾ അവരെ കടത്തിവിടരുത്. അവരെ പിന്നെ ദുഃഖത്തിലേക്ക് നാം കടത്തിവിടരുത്. മറിച്ച് നാം എന്ത് ചെയ്യണം? അവരെ അവിടെ നിന്ന് നമുക്ക് പിടിച്ചു കയറ്റുവാൻ കൊണ്ടം ഇടയായി തീരണം. ഇന്ന് പലപ്പോഴും എന്താ വിശ്വാസ കുളത്തിൽ പോലും നാം കാണുന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തിന് വീണുപോയവര്, താണുപോയവര്, ആമേൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആയിരിക്കുന്നവരെ നാം എന്ത് ചെയ്യുന്നു? നാം ഒന്നുകൂടെ ഒന്ന് തള്ളിക്കൊടുക്കും. എന്തിന്? അവർ വീണ് നശിച്ചു പോകട്ടെ എന്നുള്ളത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു വാക്ക് മറ്റുള്ളവരെ താങ്ങുവാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ഒരു ശബ്ദം കൊണ്ട് ആമേൻ എത്ര തളർന്നിരിക്കുന്നവരെ നമുക്ക് ആമേൻ ഒന്ന് ഉയർത്തുവാൻ കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ നമ്മളുടെ വെളിച്ചത്തെ നാം എന്നും കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമുക്ക് എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് പകൽക്കാലം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലും, നാം ആയിരിക്കുന്ന സഭയിലും, ആമേൻ നമ്മുടെ സമൂഹത്തിലും, നമ്മുടെ ജോലി കാര്യങ്ങളിലൊക്കെയും നാം കർത്താവിന്റെ പ്രകാശത്തെ പരത്തുന്നവരായി തീരുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നാം ധന്യരായി തീരുവാന്റെ കൊണ്ടമിടയായി തീരും. കർത്താവ് നമ്മെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വിളിച്ചത്? കർത്താവ് എന്തുകൊണ്ടാണല്ലോ പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു? കർത്താവ് നമ്മെ ഓരോരുത്തരെയും അയച്ചിരിക്കുന്നത് അവന്റെ വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാനാണ്. എന്നാൽ ഇങ്ങനെ ഉള്ള ഈ പ്രകാശം നാം എങ്ങനെയുള്ളവരുടെ ഇടയിലാണ് പ്രകാശിപ്പിക്കേണ്ടത്? നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. ഫിലിപ്പി 2:14-15 നമുക്ക് കാണുവാൻ കഴിയുന്നത്, വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ എന്തായിത്തീരണം? ജ്യോതിസുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിശ്വാസികളുടെ അല്ലെങ്കിൽ സഭയിലെ നമുക്ക് നമ്മുടെ പ്രകാശത്തെ പരത്താൻ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ യഥാർത്ഥ പ്രകാശം എവിടാണ് വെളിപ്പെടേണ്ടത്? ഹല്ലേലൂയ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. നാം ഒരു വിവാഹത്തിന് പോയാൽ, നാം ഒരു ബജാറിൽ പോയാൽ, നാം ഒരു പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കാണുവാൻ കൊണ്ടമിടയായിത്തീരും. വെളിച്ചമുള്ളവർക്ക് വെളിച്ചം പടർത്താൻ വളരെ ഈസിയാ. എന്നാൽ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവില് നമുക്ക് ഹല്ലേലൂയ എന്ത് ചെയ്യാം? നമ്മുടെ പ്രകാശത്തെ ജ്യോതിസുകളെ പ്രകാശിപ്പിക്കുവാൻ ദൈവം നമുക്ക് ഇടയായി തീരട്ടെ. ഈ പ്രകാശത്തെ പരത്തണമെങ്കിൽ നാം എന്തു ധരിക്കണം? നാം എന്താണ് ധരിക്കേണ്ടത്? റോമാലേഖനം 13:12 നാം കാണുന്നു, കർത്താവിന്റെ ഹല്ലേലൂയ വെളിച്ചത്തിന്റെ ആയുധവർഗം നാം ധരിക്കണമെന്ന്. റോമർ 13:12 നാം കാണുന്നു, എന്താണ്? വെളിച്ചം ഒരു ആയുധവർഗമാണ്. നാം പലപ്പോഴും എഫേസ്യ ലേഖനത്തിൽ അനേക ആയുധവർഗങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്, എന്നാൽ അവിടെ വെളിച്ചത്തെ കുറിച്ച് കാണുന്നില്ല. എന്നാൽ ഇവിടെ ഹല്ലേലൂയ റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രേരിത ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളണം. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ഫലങ്ങൾ നാം ഉണ്ടായിരിക്കണം. അതിന് എഫേസ്യർ 5:10 നാം കാണുവാൻ കഴിയുന്നുണ്ട്, സൽഗുണവും നീതിയും സത്യവും എന്ന ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആയുധവർഗം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ സൽഗുണങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ നീതി പ്രവൃത്തികൾ, നമ്മുടെ ജീവിതത്തിൻ്റെതായ സത്യം. ഇന്ന് സത്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വിശ്വാസ കോളത്തിൽ പോലും വളരെ ദൂരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ട്യൂൺ അങ്ങ് മാറ്റും, അല്ലേ? അപ്പൊ ഒരുപക്ഷെ ആ വരുന്ന വ്യക്തിയെ കുറിച്ചായിരിക്കും നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ട്യൂൺ മാറ്റിയിട്ട് നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് പോകും. സത്യം നമ്മൾ ഒളിച്ചു വെക്കുന്നു, മറയ്ക്കപ്പെടുന്നു, നമുക്ക് നീതിയില്ല. ആമേൻ. നമ്മുടെ സൽഗുണ സകല സൽഗുണവും നീതിയും സത്യവും എന്നുള്ള ഫലം കൊണ്ടാണ് നാം നമ്മുടെ വെളിച്ചം നമ്മളെ പ്രകാശിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ അതിനായി ഇന്ന് പോയൽക്കാലം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ നല്ല പ്രവൃത്തികള് നമ്മുടെ വെളിച്ചത്തിൽ കൂടിയാണ് നാം പ്രകാശിപ്പിക്കേണ്ടത്. നമ്മുടെ നല്ല പ്രവൃത്തികള് മത്തായി 5:16 നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിപ്പിക്കണം. നമ്മുടെ നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ മറിച്ച് അല്ലാത്ത പ്രവൃത്തികളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്. നാം നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ശോധന ചെയ്യാം. കർത്താവെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എന്റെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികളാണോ അപ്പാ നിന്നെ വേദനിപ്പിക്കുന്നത്? നിന്റെ സാന്നിധ്യം എന്നിൽ ദൂരെയാകുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ശോധന ചെയ്യാം. ഞാൻ പലപ്പോഴും ഈ നാളുകളിൽ സൂമിൽ മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്,
അവൻ കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായിട്ട് നാം ദൈവത്തിന്റെ വചനം കേട്ട ഒരു കാലയളവാണ് കോവിഡ് മുതൽ നമ്മുടെ ജീവിതത്തില്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും പറഞ്ഞു ഒഴിയുവാൻ കഴിയുകയില്ല ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന്. നമുക്ക് കാശ് മുടക്കണ്ട, വണ്ടി കയറണ്ട, നമ്മുടെ ഭവനത്തിൽ ഏത് സാഹചര്യത്തിൽ ഇരുന്നും വീഡിയോ ഓൺ ചെയ്ത് ഓൺ ചെയ്യാതെ ഒക്കെയും നമുക്ക് ഈ വചനം ശ്രവിക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും പറഞ്ഞു ഒഴിയുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ നല്ല പ്രവർത്തികളെ കണ്ട് നമ്മുടെ അപ്പൻ നമ്മെ മഹത്വപ്പെടുത്തേണ്ടതിന് ഈ നാളുകളില് നമ്മുടെ വെളിച്ചത്തെ ഹല്ലേലൂയ മറ്റുള്ളവർ മുമ്പിൽ പ്രകാശിപ്പിക്കുവാൻ, നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ആ നല്ല പ്രവൃത്തികൾ നമ്മുടെ ജീവിത മുഖാന്തരം നമ്മുടെ കർത്താവ് നമ്മെ ഓർത്ത് മഹത്വപ്പെടണം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വെളിച്ചം നമ്മുടെ പ്രകാശം മറ്റുള്ളവർ കണ്ടു കഴിയുമ്പോഴാണ് അവർ പറയുന്നത് ഇത് ശരിക്കും ഒരു ദൈവത്തിന്റെ പൈതലാണ്. ഇന്ന് പലപ്പോഴും നാം പറയണം നമ്മൾ ആരാണെന്ന്. പണ്ടുള്ള കാലങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. പണ്ടുള്ള വിശുദ്ധന്മാരെ കണ്ടാല് ലോകം പറയുമായിരുന്നു ആണ്ട് അവര് ദൈവമക്കളാ. പക്ഷെ ഇന്നെന്താണ്? ഇന്ന് നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ കാര്യങ്ങളോ അനേകരുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളും വാക്കുകളും ഒക്കെ കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും എന്താ ദൈവമക്കളാണോ, കർത്തൃദാസന്മാരാണോ, കർത്തൃദാസിമാരാണോ എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വചനം ആദ്യം എന്നോടാണ് സംസാരിച്ചത്, അതിനുശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല പ്രവൃത്തികളെ മറ്റുള്ളവരെ കണ്ടിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനായി ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. അടുത്ത് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്, നമ്മളെ ഹല്ലേലൂയ മറ്റുള്ളവരോട് നമുക്ക് ദയ തോന്നുമ്പോഴാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹല്ലേലൂയ വെളിച്ചത്തെ അവരിലേക്ക് കടത്തി വിടുവാന്റെ ഗുണം ഇടയായിത്തീരുന്നത്. നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് നല്ലൊരു ശമരിയാക്കാരന്. ആമേൻ. അനേകരെ പുരോഹിതൻ അതിലൂടെ കടന്നുപോയി, ലേവ്യൻ അതിലൂടെ കടന്നുപോയി. എന്നാൽ ലൂക്കോസ് 10:33-36 വരെ നമുക്ക് വായിക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. ഒരു നല്ല ശമരിയാക്കാരൻ അവൻ എന്താ ചെയ്തേ? മുറിവേറ്റ് ആമേൻ വസ്ത്രം നഷ്ടപ്പെട്ടവനായി ജീവിതത്തിലെ മുറിക്കപ്പെട്ട അവസ്ഥയില് ആമേൻ രക്തം ഒഴുകി അവിടെ കിടക്കുമ്പോൾ ആമേൻ അവിടെ എന്ത് കാണുവാൻ കൊണ്ട് കഴിയുന്നു? ആ മനുഷ്യനെ, ആ നല്ല ശമരിയ രണ്ടുപേര് വന്ന് അവൻ കടന്നുപോയി, നോക്കിയില്ല, തിരിഞ്ഞില്ല. എന്നാൽ എന്ത് ചെയ്തു? നല്ല ശമരിയക്കാരൻ അവനുള്ള വെളിച്ച മുഖാന്തരം അവനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സത്രത്തിലേക്ക് കൊണ്ടാക്കുകയാണ്. ആ സത്രക്കാരനോട് എന്ത് പറയുന്നുണ്ട്? 2 ദിനാർ കൊടുത്തിട്ട് പറയുന്നു ഇവന് വേണ്ടതൊക്കെ ഇന്ന് ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സത്രം എന്താണെന്ന് അറിയാമോ? ഇന്ന് ദൈവത്തിന്റെ സഭയാ. ഈ സത്രക്കാരൻ എന്താണെന്ന് അറിയാമോ? എന്നെയും നിങ്ങളെയും ശുശ്രൂഷിക്കുവാന്റെ ഗുണം കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാ. ഈ 2 ദിനാർ എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ വചനവും പരിശുദ്ധാത്മാവുമാ. കർത്താവ് തന്നിട്ട് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? നാം ഹല്ലേലൂയ ആ കർത്താവിന് വേണ്ടി നല്ല പ്രകാശത്തെ പകർത്തുവാൻ. നമ്മൾ ദയുള്ളവരായിരിക്കണം മറ്റുള്ളവരോട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദയ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ദയ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ നല്ല ശമരിയാക്കാരൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പനിലുള്ള ദയയാണല്ലോ ആ മനുഷ്യനെ അവിടേക്ക് കൊണ്ടെത്തിക്കുവാൻ കൊണ്ടുമിടയായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം നല്ല ദയയുള്ളവരായി നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇതൊക്കെയും ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് അറിയാമോ? 119 സങ്കീർത്തനത്തിൽ 130 വാക്യത്തിൽ നാം കാണുന്നു, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെളിച്ചത്തെ പരത്തുവാൻ കഴിയുകയുള്ളൂ. ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവവചനം നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വചന മുഖാന്തരം, അല്ല നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നും നമുക്ക് മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ വചനം ഒന്നുകൊണ്ട് മാത്രമേ ഈ വചനത്തെ മറ്റുള്ളവരിലേക്ക് ഈ പ്രകാശത്തെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാൻ കൊണ്ടും ഇടയായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെയും നാം കേട്ടു നാം എന്താണ് മറ്റുള്ളവരിലേക്ക് നാം ഇൻഫ്ലുവൻസ് ആയി ഈ വെളിച്ചത്തെ പകരുവാൻ കൊണ്ട് ഇവിടെ. എന്നാൽ നമുക്ക് ഈ വെളിച്ചത്തെ നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അല്ലാതെ ഒരു പ്രാവശ്യം വെളിച്ചം കിട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നഷ്ടപ്പെടത്തില്ല, പോകത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എന്താണ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചത്തെ നിലനിർത്തുവാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 8:16 നമുക്ക് കാണുന്നു. മർക്കോസ് 4:21 നമുക്ക് കാണുവാൻ കഴിയുന്നു. ലൂക്കോസ് 11:33 നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മളുള്ള വെളിച്ചത്തെ നാം കെടാതെ സൂക്ഷിക്കണം. നമ്മിലുള്ള വെളിച്ചത്തെ നാം എന്നും കെടാതെ സൂക്ഷിക്കണം. കെടുവാൻ അനേക സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. അനേക സാഹചര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഉണ്ട്, അനേക മാധ്യമങ്ങളുണ്ട്, അനേക വിഷയങ്ങളുണ്ട്. എന്നാൽ ഈ വചനത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തെ നമ്മുടെ വെളിച്ചത്തെ കെടുത്തി കളയുന്നതായ 3-4 വസ്തുക്കളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ടൊരു പാത്രം.
ഈ പാത്രം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പാത്രം, വെസൽസ്. കാരണം ആ പാത്രം നമ്മുടെ ജീവിതത്തില് സുരക്ഷിതമാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിപ്പ്, കുടിപ്പ്, നമ്മുടെ ജീവിതത്തിൽ വരുന്നവരെ നാം സൽക്കരിക്കുന്നത്, നമ്മുടെ ജീവിതത്തില് ആമേൻ എന്താ പറയുന്നേ, അതിഥി സൽക്കാരം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നാം വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നമ്മളുടെ വെളിച്ചത്തെ ദുഷ്ടൻ ഒരു വിധത്തിലേക്ക് എടുത്തു കളയുവാൻ ഇടയാകുന്നു. പാത്രം. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കട്ടില്. കട്ടിലെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിശ്രമിക്കുന്ന ഒരിടമാണ്. എന്നാൽ കട്ടിൽ ഒരു വിശുദ്ധിയെ കൂടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധിയെ നാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, ആമേൻ, സാഹചര്യങ്ങള് അനുകൂലമാണ് എങ്കിൽ നമുക്ക് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പ്രതികൂല സാഹചര്യങ്ങളിലും നാം നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ വെളിച്ചത്തെ ദുഷ്ടനെ കെടുത്തി കളയുവാൻ ഇടയാകില്ല. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പറ. പറയൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നല്ലോ, ഇന്ന് പറയൊന്നും കാണുവാൻ കഴിയുകയില്ല. എന്താണ്? അളക്കുന്ന സാധനം. പണ്ടൊക്കെ നമ്മുടെ അപ്പനമ്മമാര്, വല്യപ്പച്ചും വല്യമ്മച്ചിമാരൊക്കെ പറ കൊണ്ടാണല്ലോ സാധനങ്ങൾ അളന്നു കൊടുത്തിരുന്നത്. പറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുക്ക വാങ്ങലുകൾ. ഇന്ന് അനേക വിശുദ്ധന്മാര് വീണുപോയ ഒരു കളമാണ് കൊടുക്ക വാങ്ങലുകൾ. കൊടുക്ക വാങ്ങലുകളിൽ വിശ്വസ്തരാകാതിരുന്ന കാരണത്താൽ അനേകരുടെ വിശ്വാസ ജീവിതം തകർന്നു പോയത് എനിക്കറിയാം. പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും നമ്മുടെ കൊടുക്ക വാങ്ങലുകളിൽ നാം വിശ്വസ്തരായിരിക്കുമെങ്കിൽ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ വിളക്ക് കെട്ടുപോകുവാൻ ഇടയായി തീരുകയില്ല. നാലാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ നിലവറ എന്ന് പറയുന്നത് നമ്മുടെ ഖജാന, നമ്മുടെ ഭണ്ഡാരം. അതുകൊണ്ടാണല്ലോ വചനത്തിന്റെ ഒരു വാക്യമുണ്ട്, നിന്റെ നിക്ഷേപം എവിടെയുണ്ടോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ നിക്ഷേപങ്ങള്, നമ്മുടെ ജീവിതത്തിൽ നാം സ്വരൂപിക്കുന്നത് ഇതൊന്നും, ഭവനമാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, വാഹനമാകട്ടെ, നമ്മുടെ സ്വത്തുക്കളാകട്ടെ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചത്തെ നഷ്ടമാക്കുവാൻ നാം അവസരം കൊടുക്കരുത്. ഈ 4 സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വെളിച്ചത്തെ കെടുത്തി കളയുന്നത്. എന്നാൽ ഈ 4 സാഹചര്യങ്ങളിൽ നാം ഉറപ്പോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച ആ വെളിച്ചത്തെ നഷ്ടമാക്കി തീർക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ ഇടയായിത്തീരും. രണ്ടാമതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്, ഈ വെളിച്ചം പ്രാപിച്ച വ്യക്തി എന്തായിത്തീരണം? കർത്താവിന്റെ സാക്ഷിയാകണം. നാം ഓരോരുത്തരും വെളിച്ചം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ, എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ആ ഒരു 4 കോണിൽ ഒതുങ്ങിക്കൂടുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസിയുടെ ആമേൻ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. നല്ല പ്രായമുണ്ട്. ആ കർത്താവിന്റെ ദാസി ഇങ്ങനെ നാട്ടിൽ ഔട്ട്റീച്ച് ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസിയാ. അവൻ പരസ്യങ്ങൾക്ക് പോകുന്ന ആ കർത്താവിന് നല്ല പ്രായമുണ്ട്. ആ കർത്താവിന്റെ ദാസി പറയുമായിരുന്നു, പാടിയും പ്രാർത്ഥിച്ചും ആമേൻ പരസ്യോഗം നടത്തി എന്റെ കൊതി തീർന്നില്ല. അവിടെ പിന്നെയും ആത്മാക്കളെ നേടണം, കർത്താവിന് വേണ്ടി സാക്ഷിക്കണം. ആ പ്രിയ മാതാവിന്റെ അനുഭവം കേട്ട് അന്ന് മുതൽ ഞാൻ വിചാരിച്ച, കർത്താവെ, അങ്ങനെയെങ്കിൽ ആ മാതാവൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും നമുക്കൊക്കെ എന്തുമായിരിക്കും ഇരുന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ അതിനുള്ള സാഹചര്യം ഇല്ല. എന്നിരുന്നാൽ തന്നെയും നാം എവിടെ നമുക്കൊരു അവസരം കിട്ടുന്നോ കർത്താവിന് വേണ്ടി സാക്ഷിയായി. വെളിച്ചം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നാം അതിനെ മൂടിക്കെട്ടി അല്ലെങ്കിൽ ഒതുക്കി കൂട്ടി നമ്മുടെ ഒരു ഭവനത്തിന്റെ 4 കോണിൽ ഒതുക്കുവാനല്ല. പിന്നെയോ നമുക്ക് ലഭിച്ച ആ പ്രകാശം, അതുകൊണ്ടാണല്ലോ ശൗലിന് ആമേൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആ കിട്ടിയ പ്രകാശം മുഖാന്തരമാണല്ലോ പൗലോസ് ഓടുന്നത്. എന്തെല്ലാം കഷ്ടം സഹിച്ചു കർത്താവിന് വേണ്ടി. അവസാനം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുന്നു. നമുക്ക് വേണ്ടി 14 ലേഖനങ്ങൾ എഴുതി തന്നിട്ട് അമ്മൻ അനേക മൂല്യമുള്ള വചനങ്ങളെ നൽകി തന്നിട്ട് ആ കർത്താവിന്റെ ദാസൻ എന്താണ്? ഓടി 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 എവിടൊക്കെയും കർത്താവ് ആമേൻ പ്രതികൂലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെയും കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയായി തീരുകയാണ്. നാം വെളിച്ചം പ്രാപിച്ചു കഴിഞ്ഞാൽ നാം എന്തായി തീരും? ഹല്ലേലൂയ, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ കൊണ്ടുവിടയായി തീരും. നാം വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായതുകൊണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:9 പറയുന്നു, നാം വെളിച്ചത്തിന് സാക്ഷ്യം പ്രാപിക്കുന്നവരാണ്. പൗലോസ് നല്ലൊരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് പൗലോസ് 1:14 പറയുന്നത്, ഞാൻ അനേകർക്ക് കടക്കാരനാണെന്നുള്ളത്. യവനന്മാർക്ക്, ബറന്മാർക്ക്, എല്ലാവർക്കും ഞാൻ കടക്കാരനാ. വെളിച്ചം പ്രാപിച്ച നാം ഓരോരുത്തരും കടക്കാരാ. അതൊരു പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കടമായിരിക്കില്ല, ആത്മാക്കളെ കുറിച്ചുള്ള കടം. ദൈവം നമ്മെ അയക്കുന്ന സ്ഥാനത്ത് ഒരു വ്യക്തിയോടെങ്കിലും നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ കഴിഞ്ഞാൽ നാം ഓരോരുത്തരും ധന്യരാണ്. പ്രിയപ്പെട്ടവരെ, വെളിച്ചം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് നാം ഒതുങ്ങിക്കൂടുവാനല്ല, പിന്നെയോ നമ്മൾ പറഞ്ഞ ആ വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ കർത്താവിനോട് നല്ല സാക്ഷ്യം വഹിക്കുവാൻ,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹാലേലുയ. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, വെളിച്ചമുള്ളവർ എന്ത് ചെയ്യണം? നമ്മെ സ്വയം പരിശോധിക്കണം. എനിക്ക് വെളിച്ചമുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയും പോയി എന്തും കാട്ടിക്കൂട്ടാൻ ദൈവം നമുക്ക് അവകാശം തരുന്നില്ല. നമ്മെ തന്നെ സ്വയം പരിശോധിക്കണം. ഹാലേലുയ. മത്തായി 7:3 നാം കാണുന്നു, ആമേൻ, വെളിച്ചമുള്ളവൻ എന്ത് ചെയ്യുന്നു? സ്വയം അവനെ തന്നെ പരിശോധിക്കുവാൻ ഇടയായിത്തീരുന്നു. കർത്താവ് എന്നിൽ വെളിച്ചമുണ്ടെന്ന് പറയുന്നുണ്ട്, എന്നാൽ ആ വെളിച്ചമാണോ ഞാൻ മറ്റുള്ളവരിലേക്ക് പകർത്തുന്നത് എന്ന് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ശോധന ചെയ്യാം. ഹാലേലുയ. നന്ദിയോട് സ്തോത്രം. അടുത്തതായിട്ട് നാം കാണുന്നു റോമർ 12:2 ഈ വെളിച്ചം നമ്മിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നാം നമ്മെ തന്നെ തിരുത്തുവാൻ ഇടയായിത്തീരും. ഇന്ന് പലപ്പോഴും എന്താണെന്ന് അറിയാമോ? നാം വെയിറ്റ് ചെയ്യുക, ഒരു പ്രവാചകൻ വന്ന് എന്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറയട്ടെ എനിക്ക് ഇന്ന കുറവുണ്ടെന്ന്. എന്നാൽ നമുക്ക് സ്വയം അറിയാം. എനിക്കറിയാം എന്റെ ജീവിതത്തിന്റെ ബലഹീനതകൾ, എന്റെ ജീവിതത്തിന്റെ കുറവശങ്ങൾ, എനിക്ക് എവിടെയാണ് വീഴ്ച എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും അത് തിരുത്തപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. സമയങ്ങൾ ഇങ്ങനെ പോകാൻ കാത്തിരിക്കും. എന്തിന്? ഒരു പ്രവാചകൻ വന്ന് എന്നോട് പറയട്ടെ. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മിലുള്ള ദൈവത്തിന്റെ വചനവും ദൈവിക പ്രകാശവും നമ്മെ അതിനെ തിരുത്തുവാൻ്റെ കൊണ്ട് നമ്മെ അനുവദിക്കുമ്പോൾ നാം അത് ചെയ്യുന്നില്ല എങ്കിൽ പലപ്പോഴും അതിന് അവസരം നഷ്ടമായി പോകുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന സമയം നാം സ്വയം തിരുത്തപ്പെടുവാൻ്റെ കൊണ്ട് നാം തയ്യാറായി തീരണം. അതുകൊണ്ടാണല്ലോ കർത്താവ് നമുക്ക് അതുകൊണ്ടല്ലേ നമുക്ക് ഇരുട്ടത്തിലേക്ക് അന്ധകാരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്തറിയാം? അവിടെ ഇരുട്ടാണെന്ന് അറിയാം. അത് അറിഞ്ഞിട്ട് നാം കയറി ചെല്ലുകയാണെന്ന് എന്താണ്? അത് നമ്മുടെ അവിവേകമാണ്, നമ്മുടെ ബുദ്ധിമോശമാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ച ഭാഗം ഏതാണെന്ന്, നമ്മുടെ കുറവ് ഏതാണെന്ന്. ഈ വചനം അതിനായിട്ട് നമ്മെ സഹായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ തിരുത്തുവാൻ്റെ ഗുണം ഇടയായിത്തീരും. അടുത്തതായിട്ട് നമുക്ക് കാണുന്നു, നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ ഈ വെളിച്ചം പര്യാപ്തമാണ്. ഹാലേലുയ. ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണല്ലോ വചനത്തിൽ എഴുതിയിരിക്കുന്ന യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, ഈ നാവ് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ കാട് കത്തിക്കുന്നു. നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ ഈ ദൈവിക പ്രകാശം നമ്മെ സഹായിക്കും. എഫേസ്യർ 4:29 കാണുന്നു, ദൈവത്തിന്റെ വെളിച്ചം ഉള്ളിലുള്ളവൻ എന്ത് ചെയ്യുന്നു? തന്റെ നാവിനെ സൂക്ഷിക്കുവാൻ്റെ കൊണമിടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലേലുയ. നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ അത് വളരെ ചെറിയ അവയവമാണ്. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ആമേൻ. ചെറിയ അവയവമാണ് എങ്കിലും എന്ത് ചെയ്യണം? നാം ദിനംതോറും അതിനെ സൂക്ഷിച്ച്, ചില സമയങ്ങളിൽ നാം ആകാത്ത വാക്കുകൾ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പിറകെ പശ്ചാത്തപിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് മിണ്ടാതിരിക്കണോ? അവിടെ മിണ്ടാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. നമ്മുടെ നാവ് അതുകൊണ്ടാണല്ലോ വാക്കുകളുടെ പെരുപ്പത്തിൽ എന്തുണ്ടെന്നാണ് വചനത്തിൽ പറയുന്നത്? പാപമുണ്ട്. വാക്കുകളുടെ പെരുപ്പത്തിൽ പാപമുണ്ട്. എന്നാൽ നാം എത്രയും നമ്മുടെ നാവിനെ സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ വെളിച്ചം നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഒരു ആകാത്ത വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മുൻപിൽ പിന്നെ നമുക്ക് നമ്മുടെ പ്രകാശത്തെ വെളിപ്പെടുത്താൻ കഴിയുകയില്ല. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ആകാത്ത വാക്കുകൾ വന്നു പോകുന്നെങ്കിൽ അവിടെ നാം ക്ഷീണിതരായി തീരുകയാണ്, നാം കുറവുള്ളവരായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ ആ വെളിച്ചം സൂക്ഷിക്കുവാൻ്റെ ഗുണം ഇടയായി തീരുമാറാകട്ടെ. അടുത്തത് എന്തായി തീരണം? നാം വെളിച്ചത്തിന്റെ മക്കളായി നടക്കുവാൻ ഇടയായി തീരണം. എഫേസ്യർ 5:8 നമുക്ക് കാണുവാൻ്റെ ഗുണം കഴിയുന്നു. നാം വെളിച്ചത്തിന്റെ മക്കളായി മുൻപോട്ട് പോകുവാൻ്റെ ഗുണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദിനംതോറും നമ്മുടെ നടപ്പ് വെളിച്ചത്തിലായിരിക്കട്ടെ. വെളിച്ചത്തിന്റെ മക്കൾ, കാരണം നമ്മുടെ അപ്പൻ എന്താണ്? വെളിച്ചമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നാം വെളിച്ചത്തിന്റെ മക്കളായി മുൻപോട്ട് പോകാൻ ഇടയായിത്തീരണം. അവസാനമായി ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യർ 1:12 നാം കാണുന്നു, നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവന്റെ വിശുദ്ധന്മാരുടെ അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. നമ്മെ എന്ത് ചെയ്യുന്നു? വെളിച്ചത്തിൽ നടക്കുവാൻ്റെ ഗുണം അവൻ വിശുദ്ധന്മാരുടെ അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഹല്ലേലൂയ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡമാക്കി നാം മുൻപോട്ട് പോകുന്നു എങ്കിൽ എന്തുണ്ട്? നമുക്ക് നാം വിശുദ്ധന്മാരുടെ ഹല്ലേലൂയ അവകാശത്തിന് പ്രാപ്തരായി തീരും. ഞാൻ നിങ്ങളുടെ കർത്താവിന്റെ സന്നിധാനത്തില് 40 വർഷം, 50 വർഷം, 15 വർഷം, 10 വർഷം, 5 വർഷം, 1 വർഷം ഓടിയെന്നിരിക്കാം. എന്നാൽ അവസാന നാളുകളിൽ നമുക്കുള്ള അവകാശത്തെ ഹല്ലേലൂയ ദുഷ്ടൻ തടയാതെ ഇരിക്കണമെങ്കിൽ, നമുക്കുള്ള അവകാശത്തെ ദുഷ്ടൻ എടുത്തു കളയാതെ ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അവന്റെ വെളിച്ചത്തിൽ നാം നടക്കുന്നവരായി തീരുവാനിടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദിവസം താഴ്ത്തി ഏൽപ്പിക്കാം. അപ്പാ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണല്ലോ. ഈ വെളിച്ചം എനിക്ക് എവിടെയൊക്കെയാണ് പ്രകാശിക്കേണ്ടത്? ഈ വെളിച്ചം എനിക്ക് എവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയും? അപ്പാ, എന്റെ കുടുംബത്തില്, എന്റെ സഭയില്, ആമേൻ, ഹല്ലേലൂയ, എന്റെ സമൂഹത്തില്, ഞാൻ ജോലി കാര്യങ്ങൾ ചെയ്യുന്നിടത്ത്
ഈ പ്രകാശം പകർത്തുവാൻ ദൈവം എന്നെ സഹായിക്കണമേ. എന്റെ നടപ്പ് കൊണ്ട് ഹല്ലേലൂയ, എന്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുൻപിൽ അവൻ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ ഫലങ്ങളെ ധരിച്ചുകൊണ്ട് അവൻ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവില് അവൻ കർത്താവിന്റെ പ്രകാശത്തെ പകർത്തുവാൻ, നല്ല പ്രവൃത്തി ചെയ്യുന്നവരായി തീരുവാൻ, ദയുള്ളവരായി ഹല്ലേലൂയ മറ്റുള്ളവരോട് ദയോടെ പെരുമാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നിന്റെ വചനം എന്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈ വചനത്തെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ ദൈവം എന്നെ സഹായിക്കണമേ. ഈ വചനം കെടുത്തി കളയുന്നതായ ഒരു ശക്തിയും ഒരു കാര്യങ്ങളും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അപ്പാ നീ എന്നെ അനുവദിക്കല്ലേ എന്ന് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നാം വെളിച്ചത്തിന്റെ സാക്ഷിയായി തീരുവാന്റെ കോണം. ഹല്ലേലൂയ, വെളിച്ചം നാം സ്വയം പരിശോധിക്കപ്പെടുവാന്റെ കോണം, നാം സ്വയം തിരുത്തപ്പെടുവാന്റെ കോണം. ഹല്ലേലൂയ, നമ്മുടെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി നാം നടക്കുന്നുവെങ്കിൽ ആ നമ്മുടെ നല്ല നടപ്പിന് വേണ്ടി ഹല്ലേലൂയ ആ നല്ല അവകാശത്തിന് പ്രാപ്തരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തോത്രം. അല്പസമയം നിന്റെ സന്നിധാനത്തിൽ ഇരിപ്പാൻ ഇടങ്ങളെ സഹായിച്ചല്ലോ. നൽകി തന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഈ വചനത്തിന് മുൻപാകെ എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, കൂടപ്പെട്ട ഡിവൈസിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. അങ്ങയുടെ ദാസിയെ ലീഡ് ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ അപ്പാ. ഇന്ന് പകൽക്കാലം പിന്നെയും കർത്താവ് അനുഗ്രഹിക്കണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. നൽകിത്ത നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീരണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. നൽകി തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന്റെ ദാസിയോടും ജമിച്ചു വെച്ചിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.